നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കാലവർഷം ആൻഡമാനിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. മെയ് 26-ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തും. 8 ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് KSRTC ബസ് പാഞ്ഞുകയറി അപകടം. അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിലാണ് ബസ് പാഞ്ഞുകയറിയത്. ആളപായമില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നത്. എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 31-ന് 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ടെന്നും ബാലഗോപാൽ. റെയിൽവേ സ്വകാര്യവൽക്കരണവും നിയമന നിരോധനവും പിൻവലിക്കണമെന്നാവശ്യം. AITUC ജില്ലാ കമ്മിറ്റി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പിൻവലിക്കണമെന്നും AITUC. വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷം ആൻഡമാനിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. മെയ് 26-ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ എത്തിച്ചേരും. നിലവിൽ പെയ്യുന്ന മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 8 ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് ആയിരിക്കും. അതേസമയം ഇത്തവണ കാലവർഷം നേരത്തെ എത്തും. ഈ മാസം 26-ഓടെ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 4 ദിവസം നേരത്തെയാകാനോ വൈകാനോ സാധ്യതയുണ്ട്. സാധാരണ ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷ സീസൺ തുടങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷം മെയ് 24-ന് കാലവർഷം കേരള തീരം തൊട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്. ദേശീയ ഡെങ്കി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി താമരക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൊതുക് കൂത്താടി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലും മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. താമരക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയ ഡെങ്കു ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ 18 വാർഡുകളിലും റബ്ബർ പ്ലാന്റേഷനുകളിൽ ഉൾപ്പെടെ കൊതുക് കൂത്താടി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തി. വീടുകളിൽ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിക്കണം. അതിനകത്ത് ജൈവമാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങളും പ്രത്യേകം തരംതിരിച്ച്, ജൈവമാലിന്യങ്ങൾ നമുക്ക് പലപ്പോഴും അത് കമ്പോസ്റ്റ് വളമൊക്കെ ആയിട്ട് രൂപപ്പെടുത്തിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൂത്താടി നിലനിൽക്കുന്ന റബ്ബർ പ്ലാന്റേഷൻ ഉടമകൾക്കും റബ്ബർ വെട്ട് തൊഴിലാളികൾക്കും ആവശ്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങളും നൽകി. തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറീന, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, പഞ്ചായത്ത് അംഗം JHI, JPHN, MLCP, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികളും ഡെങ്കു ദിനാചരണത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ A+ വിജയികളുടെ ശരാശരിയിൽ ഒന്നാമതെത്തിയതും ശൂരനാട് ഗവൺമെന്റ് HSS ആണ്. കേക്ക് മുറിച്ചായിരുന്നു വിജയാഘോഷം. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിജയാഘോഷം സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ A+ വിജയികളുടെ ശരാശരിയിൽ ഒന്നാമതെത്തിയതും ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. വിജയാഘോഷങ്ങളുടെ ഭാഗമായി PTയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം A. റമീസ്, ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ബിജു, പഞ്ചായത്ത് അംഗം ബിന്ദു അനിൽകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ K. സന്ധ്യാകുമാരി, പ്രഥമാധ്യാപകൻ K. കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് C. പുഷ്പകുമാർ തുടങ്ങിയവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഏറ്റവും സന്തോഷകരവും ധന്യവുമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശൂരനാടിന്റെ ചരിത്രത്തിലെ 100% എന്നുള്ളത് നമ്മുടെ സ്കൂളിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ അധ്യാപകരെയും കുട്ടികളെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അക്കാദമിക പ്രവർത്തനങ്ങൾ ചിട്ടയോടെ കൈകാര്യം ചെയ്യുകയും
മാസം തോറും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ നടത്തി ശരിയായ വിധത്തിൽ കുട്ടികൾക്ക് പരിഹാര ബോധനം നടത്തുകയും ചെയ്തതിലൂടെ നേടിയ വിജയമാണിതെന്ന് പ്രഥമാധ്യാപകൻ പറഞ്ഞു. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമുക്ക് നഷ്ടപ്പെട്ടിരുന്ന 100 മേനി വിജയത്തിന്റെ ക്ലബിൽ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട്, എൻ്റെ സഹപ്രവർത്തകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ PTA പിന്തുണ കൊണ്ട്, നമ്മുടെ ജനപ്രതിനിധികളുടെ പിന്തുണ കൊണ്ട് നമുക്ക് വീണ്ടും ആ 100% ക്ലബിലേക്ക് അംഗത്വം ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ SLC റിസൾട്ട് വന്നപ്പോൾ കൊല്ലം ജില്ല, നമ്മുടെ കൊല്ലത്തുകാര് അങ്ങേയറ്റം അഭിമാനത്തിലാണ്. SPC, NCC, ലിറ്റിൽ കൈറ്റ്സ്, NSS തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. മികച്ച സയൻസ് ലാബും കമ്പ്യൂട്ടർ ലാബും സ്കൂളിന്റെ പ്രത്യേകതയാണ്. ഈ വർഷം മുതൽ കുട്ടികൾക്ക് റോബോട്ടിക് പഠനം ലക്ഷ്യമിട്ട് അഡൽട്ട് ട്വിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം ജൂണിൽ ആരംഭിക്കുമെന്നും പ്രഥമാധ്യാപകൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. ആശുപത്രിമുക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശുചീകരിച്ചു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആശുപത്രിമുക്കും വെയിറ്റിംഗ് ഷെഡും ശുചീകരിച്ചത്. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആശുപത്രിമുക്കിലെ വിവിധ പ്രദേശങ്ങൾ ശുചീകരിച്ചത്. ആശുപത്രിമുക്ക് 4-ാം വാർഡംഗം സജു വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാലിന്യം നിറഞ്ഞതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്നു ഇവിടം. ദുർഗന്ധം കാരണം യാത്രക്കാർക്ക് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് 4-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അത് രാവിലെ തന്നെ ഇളമ്പള്ളൂർ പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ ഏകദേശം ഫ്രണ്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തു, ഓടയൊക്കെ ക്ലീൻ ചെയ്തു. ഓടയിലെ മണ്ണുകൾ പൂർണ്ണമായും മാറ്റി അവിടുന്ന് മാറ്റം ചെയ്തു. അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ആശുപത്രിമുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ജംഗ്ഷനിലെ കുണ്ടറ ആശുപത്രികളിൽ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അതികഠിനമായ വേസ്റ്റുകൾ. ഇതിനിടയിൽ പാമ്പുകൾ പോലും, കുറച്ച് നേരത്തെ വന്നപ്പോൾ കുറേ പാമ്പുകൾ പോലും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വേസ്റ്റുകളും മദ്യപിക്കാനും ഒക്കെ ഉള്ള സ്ഥലമായി, കേന്ദ്രമായി ഒരു വെയിറ്റിംഗ് ഷെഡ് മാറിയിരിക്കുകയാണ്. അത്രമാത്രം ഹീനമായിരിക്കുന്ന വേസ്റ്റുകളും അതോടൊപ്പം തന്നെ മാങ്ങയുടെ കച്ചവടക്കാർ ഒരാഴ്ചയായി കൊണ്ടിട്ട് വേസ്റ്റുകൾ കടന്ന് മാങ്ങ ഇട്ടിട്ട് പോയി പുഴുവെടുക്കുന്ന ഒരവസ്ഥ നാട്ടുകാർക്ക്, അതിലെ യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത വിധം ദുർഗന്ധം ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും അത് ഇടപെട്ട് നമ്മളെ അറിയിക്കുകയും ഇങ്ങനെ കുണ്ടറ ആശുപത്രി കൂടി ക്ലീൻ ചെയ്ത് പോകണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങിയത്. പരാതിയെ തുടർന്നാണ് സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത്. ആശുപത്രിമുക്കിൽ നിന്നും കൊല്ലത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ശുചീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. MDMA പിടികൂടി. ഒരാൾ പിടിയിൽ. കായംകുളം സ്വദേശി ബുനേഷ് ഖാനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 6.4 ഗ്രാം MDMA പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കരുനാഗപ്പള്ളി എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് MDMA പിടികൂടിയത്. ചവറ നീണ്ടകര AMC മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന 6.471 ഗ്രാം MDMA പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കായംകുളം എരുവയിൽ നിന്നും കൃഷ്ണപുരം പുള്ളിക്കണക്ക് പ്ലാക്കാട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബുനാജ് ഖാനെതിരെ കേസെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ രേഖാ ശങ്കർ SJ-യുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇന്ന് എനിക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചവറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു 6.471 ഗ്രാം MDMA-യുമായിട്ട് കാർത്തികപ്പള്ളി സ്വദേശി ബുനാജ് ഖാൻ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ബാക്കി അതിൻ്റെ സോഴ്സും കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു വരികയാണ്. എക്സൈസിൻ്റെ എല്ലാ ടീമും അതിനായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. AITUC ജില്ലാ കമ്മിറ്റി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. റെയിൽവേ സ്വകാര്യവൽക്കരണവും നിയമന നിരോധനവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. AITUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത്. റെയിൽവേ സ്വകാര്യവൽക്കരണവും നിയമന നിരോധനവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ലാലു ഉദ്ഘാടനം ചെയ്തു. വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് 2014 വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ റെയിൽവേയിൽ നിലവിൽ ഒഴിവുള്ള 3.5 ലക്ഷം തസ്തികകൾ നികത്താൻ ശ്രമിക്കാതെ റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നാട് നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കേണ്ടത് രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ പ്രത്യേകമായ റെയിൽവേക്ക് ഒരു ബഡ്ജറ്റ് അനുവദിച്ചിട്ടുണ്ട്.
കാരണം റെയിൽവേയുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന നിലയിൽ റെയിൽവേയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് സമ്പദ് വ്യവസ്ഥയിലെ മറ്റു ഘടകങ്ങളെ ഏകോപിപ്പിക്കുന്ന പോലെ തന്നെ റെയിൽവേ ശൃംഖലയെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു റെയിൽവേ ബഡ്ജറ്റ് കൂടി ഉണ്ടാകും. ആ റെയിൽവേ ബഡ്ജറ്റ് നിർത്തലാക്കുകയും നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും മറ്റു ബഡ്ജറ്റോടും ചേർത്തുകൊണ്ട് റെയിൽവേ എന്ന പ്രത്യേക സംവിധാനവും അതിന്റെ ബഡ്ജറ്റും ഇല്ലാതായിട്ടുണ്ട്. ഏതാണ്ട് 3.5 ലക്ഷം തസ്തികയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. 3.5 ലക്ഷം, 1-2 അല്ല, 3.5 ലക്ഷം. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് പുതിയതായി തൊഴിൽ കൊടുക്കും എന്ന വാഗ്ദാനവുമായിട്ടാണ് 2014 നരേന്ദ്രമോദി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയായിരുന്നു. കോടിക്കണക്കിന് മനുഷ്യരുള്ള ഈ നാട്ടിൽ നിരവധിയായിട്ടുള്ള അഭ്യസ്തവിദ്യരും അല്ലാത്തവരുമായിട്ടുള്ള ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടി അലയുമ്പോഴാണ് വലിയ ഒരു നെടുങ്കൻ പ്രഖ്യാപനം അന്ന് BJPയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് അധികാരത്തിൽ വന്ന 2 കോടി ചെറുപ്പക്കാർക്ക് ഒരു വർഷം തൊഴിൽ നൽകുമെന്നുള്ളതായിരുന്നു ആ പ്രധാനപ്പെട്ട വാക്ക്. ചിന്നക്കട MN സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാടത്തിൽ സമാപിച്ച് ധർണ നടത്തി. തുടർന്ന് AITUC ജില്ലാ സെക്രട്ടറി G ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ അഡ്വക്കേറ്റ് H രാജീവൻ, B മോഹൻദാസ്, B രാജു, ജോബോയി പെരേര, SD അഭിലാഷ്, അഡ്വക്കേറ്റ് CG ഗോപുകൃഷ്ണൻ, K വാസുദേവൻ, KM മനീഷ്, പ്രദീപ്, M സജീവ്, B ഷാജഹാൻ, T ജെറോൺ, S അഷ്റഫ്, A ബിജു, K രാജീവൻ, B ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾക്കെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ്. ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന AITUC തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ നെടുങ്കയം തെങ്ങുന്നര ഭാഗത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് കണ്ട സംഭവത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി ആരംഭിച്ചതായി നിയുക്ത MLA C അജയപ്രസാദ്. കാൽപ്പാട് കണ്ട സ്ഥലം C അജയപ്രസാദ് സന്ദർശിച്ചു. നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ സ്ഥാപിച്ചതായി നിയുക്ത MLA അറിയിച്ചു. പുനലൂർ നഗരസഭയിലെ നെടുങ്കയം കൂനംകുഴി തെങ്ങുന്തറ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് കണ്ട സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചതായി നിയുക്ത MLA C അജയപ്രസാദ് പറഞ്ഞു. കാൽപ്പാട് കണ്ട സ്ഥലം അദ്ദേഹം സന്ദർശിച്ചു. DFOയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു. അതാണ് അതിന്റെ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാനായാലും പറ്റുള്ളൂ. കൂട് വെക്കണമെങ്കിൽ പോലും ഈ നിരീക്ഷണം നടത്തിയതിനു ശേഷമേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് പിടിയെടുക്കുന്ന പറഞ്ഞാൽ ഈ സാധനത്തിനൊന്നും കിട്ടത്തില്ല. അതിനെ കൃത്യമായി നിരീക്ഷിച്ചു. ഇത് കാട് കളയാനുള്ള കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ച് ഈ പ്രദേശത്തെ എല്ലാ സ്ഥലങ്ങളിലെല്ലാം നോട്ടീസ് കൊടുക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്ത് വളർന്നു നിൽക്കുന്ന കാടുകൾ വൃത്തിയാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാനും അധികൃതർക്ക് നിർദ്ദേശം നൽകി. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് അജയപ്രസാദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് KSRTC ബസ് പാഞ്ഞുകയറി അപകടം. അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിലേക്കാണ് ബസ് പാഞ്ഞുകയറിയത്. കാറിനെ മറികടന്നു വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാനായി വെട്ടിത്തിരിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് KSRTC ബസ് പാഞ്ഞുകയറി അപകടമുണ്ടായത്. വെയിറ്റിംഗ് ഷെഡിൽ നിന്നവർ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. അഞ്ചൽ ഭാഗത്തു നിന്നും പുനലൂരിലേക്ക് പോയ KSRTC ബസ് എതിരെ വന്ന മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്തു വന്ന വാഹനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇടത്തേക്ക് വെട്ടിച്ചു മാറ്റിയപ്പോൾ ബസ് നിയന്ത്രണം വിട്ട വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയം 5ഓളം പേർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നും കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. മാർച്ച് 31-ന് എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ട്. 2001-ലെ സാഹചര്യത്തെക്കാൾ സ്ഥിതി നിലവിൽ മോശമാണെന്ന ആന്റണിയുടെ നിരീക്ഷണം കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കാതെയുള്ളതാണെന്നും ബാലഗോപാൽ പറഞ്ഞു. സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടു മുറുക്കി ഉടുക്കേണ്ടി വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പരാമർശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. മാർച്ച് 31-ന് എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ്.
വിഷുവിനോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂറായി വിതരണം ചെയ്തിരുന്നു. 2001 സാഹചര്യത്തെക്കാൾ മോശമാണ് നിലവിലേതെന്ന ആന്റണിയുടെ നിരീക്ഷണം കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കാതെയുള്ളതാണ്. അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കൾ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങളിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കുമെന്നും ബാലഗോപാൽ പറഞ്ഞു. 2001 അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. അവസാനം എല്ലാം ചെയ്യാൻ പറ്റിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുപോലെ ഇപ്പോഴും ആണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് വ്യക്തമായത്. 2001 കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് പിന്നുള്ള കാര്യങ്ങളെ പറ്റിയും ഞാൻ പറയുന്നില്ല. പക്ഷേ 2026 ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെന്റ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാനത് എൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കല്ല, നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷക്കാലവും സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ്, സർക്കാരിൻ്റെ രേഖകൾ, അതുപോലെ CNAG പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഏജൻസിയുടെ കണക്ക്, സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെൻറ് രേഖകൾ എല്ലാം അനുസരിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ നേരെയുള്ള ഉദാഹരണം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വർഷം മാർച്ച് മാസം 31-ാം തീയതി വരെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31-ന് എല്ലാ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1-ന് ഞാൻ പത്രസമ്മേളനം വിളിച്ചത്. പക്ഷെ പിന്നീട് അതിൻ്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിൻ്റെ ട്രഷറിയിലുണ്ട്. പേയ്മെൻറ്റ് എല്ലാ പേയ്മെൻറ്റുകളും കൊടുത്തു. ക്യൂവിൽ നിൽക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്ത് ഏപ്രിൽ മാസത്തെയും കൂടി മാർച്ച് മാസം കൊടുത്തിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിഷുവിന് സാധാരണ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു പേയ്മെൻറ്റിന് ഡിഫാൾട്ടില്ല. ആശുപത്രികൾക്ക്, മറ്റു സ്ഥലത്തൊക്കെ ആകെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ സമയത്ത് ഉറപ്പ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് DADR കുടിശ്ശിക. DADR കുടിശ്ശിക കഴിഞ്ഞ വർഷങ്ങളിലെ DADR കുടിശ്ശിക കുറച്ച് പണമുണ്ട്, അത് കൊടുത്തു തീർക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള 1-2 ഗഡുവിനുള്ള പണവും ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതിന് പണമുണ്ട്. അപ്പോൾ ആ പണം അതിനകത്തുണ്ട്. ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി, അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല, ശ്രീ AK ആന്റണിയെ പോലുള്ള ആൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ചെയ്ത അധ്വാനത്തിന്. അപ്പോൾ വസ്തുതകൾ വെച്ചേ പറയാറുള്ളൂ. അതേസമയം ഈ തുടക്കത്തിന്റെ സമയത്ത് ഇനി മനഃപൂർവ്വം നിങ്ങളൊക്കെ കൈപ്പിനീര് കുടിക്കേണ്ടി വരും, പണമില്ല എന്ന് പറയുന്ന ഒരു പല്ലവി പറയാനാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നാളെ തൊട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റിന് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ശ്രീ VD സതീശൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി മെമ്പറാണ്. ധനകാര്യ കാര്യങ്ങൾ ഏറ്റവും നന്നായി നോക്കുന്ന ആളാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നോക്കി ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ആ ഗ്യാരണ്ടികളെ കണക്ക് വെച്ചാൽ, കാരണം ഞാനല്ല വേറൊരാളായാലും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ മാത്രം എഴുതുന്ന കണക്ക് ട്രഷറി ഒക്കെ പബ്ലിക് അക്കൗണ്ട് എല്ലാം നമ്മുടെ പൊതു സുതാര്യമായ കാര്യമാണ്. അപ്പൊ അതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ അദ്ദേഹത്തെ നേരിൽ കണ്ട് ധനസ്ഥിതിയെ പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്നും ബാലഗോപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പഠന ക്യാമ്പ് നടന്നു. ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടത്തി. മാനവ മുന്നേറ്റത്തിന്റെ ചരിത്രം, സർഗാത്മക സംഘടനാ പ്രവർത്തനം എന്ന വിഷയത്തിൽ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അനീഷ് ലാലും, ഭരണഘടന, സ്ത്രീ മുന്നേറ്റം കേരളത്തിൽ എന്ന വിഷയത്തിൽ ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് T ഗീനാകുമാരിയും ക്ലാസ് നയിച്ചു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ V കാർത്തികേയൻ ഉദ്ഘാടനം നിർവഹിച്ചു. VK ആദർശ് കുമാർ അധ്യക്ഷത വഹിച്ചു.
എസ് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ഒരിക്കലും സഹജീവിയെ കൊല്ലില്ല മനുഷ്യനോ. മനുഷ്യൻ മാത്രമാണ് സഹജീവിയെ കൊല്ലുന്ന ഉത്തമനായ മനുഷ്യൻ. എത്ര സുന്ദരമായ പദമെന്ന് മാക്സിക്കോട്ടി പറഞ്ഞത് നമ്മളാണ് വെച്ചാണ്. അതിലേക്ക് വേണ്ടിയാണ് ആയുധങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഏറ്റവും നൂതനമായ ആയുധം ആദ്യം ഉണ്ടാക്കി പ്രയോഗിക്കുന്നത് സഹജീവിയെ കൊല്ലാനാണ്. 3000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ലക്ഷ്യഭേദിയായി നമുക്ക് മിസൈൽ വിടാൻ സാധിക്കുന്നുവെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ അഭിനന്ദിക്കുന്നുവെങ്കിൽ അദ്ദേഹം കണ്ടുപിടിച്ചത് മനുഷ്യനെ കൊല്ലാനുള്ള മിസൈൽ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുന്നത്തൂരിലും സമീപ പ്രദേശങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷം. മാലുമേലിന് സമീപം ബൈക്ക് യാത്രികരായ ദമ്പതികളെ പന്നി ആക്രമിച്ചു. തൊടിയൂർ സ്വദേശികളായ ഇരുവർക്കും പരിക്കേറ്റു. കുന്നത്തൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പൊതുപ്രവർത്തകരായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. തൊടിയൂർ സ്വദേശികളായ കോമളൻ, ഭാര്യ ബീന കോമളൻ എന്നിവർക്കാണ് ബൈക്ക് യാത്രയ്ക്കിടയിൽ പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും ബന്ധുവീട്ടിൽ പോയി മടങ്ങവേ മാലുമേൽ കാളകുത്തുംപൊയ്ക റോഡിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഒരു കൂട്ടം നായ്ക്കൾ പിന്തുടർന്നു വന്ന പന്നിയാണ് ബൈക്കിലിടിച്ചത്. യാത്രക്കാർ കുറവായ റോഡിൽ ഏറെ സമയം കിടന്ന ഇവരെ ബൈക്കിലെത്തിയ യുവാക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തെരുവുനായ ശല്യം പോലെ തന്നെ പന്നി ശല്യവും രൂക്ഷമാണെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും കോമളൻ പറഞ്ഞു. സന്ധ്യയ്ക്ക് മൈനാപ്പള്ളിയിൽ ഒരു പാലുകാച്ചിന് പോകുന്നതിന് വേണ്ടി ഞാനും ബൈക്കും കൂടി ബൈക്കിൽ പോവുകയായിരുന്നു. മാലിന്യ കടവ് പാലം കഴിഞ്ഞിട്ട് തെക്കുവശത്ത് വലിയച്ഛൻ നടന്ന ക്ഷേത്രത്തിന് വടക്കുവശം വെച്ച് പായിക്കാട് വീടിനടുത്ത് വെച്ച് അസാധാരണ നിലയിൽ പട്ടികൾ കുറിക്കുകയും വണ്ടി ഞാനത് ബ്രേക്ക് ഔട്ടുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു പന്നി വന്ന് ഇവരുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് വീലിൽ വന്നിടിക്കുകയും ഞങ്ങൾ മറിഞ്ഞു വീഴുകയും ചെയ്തു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. നല്ല പരിക്കുകളോട് കൂടി എൻ്റെ വൈഫിൻ്റെ തലയിടിച്ചാണ്. അത് സ്കാൻ ചെയ്തപ്പോൾ വലിയ കുഴപ്പം ഇല്ല എന്നാണ്. ഇപ്പോൾ കാലിന് നീരും വേദനയുണ്ട്. ഇപ്പോൾ എക്സ്റേ ഇന്ന് എടുക്കാൻ പോകും. പന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ. കുന്നത്തൂർ താലൂക്കിലെ പോരുവഴി, ശൂർനാട് വടക്ക്, ശൂർനാട് തെക്ക് പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യം ഏറെ രൂക്ഷമായുള്ളത്. നമ്മുടെ പ്രദേശത്ത് ഈ കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കുക. അത് തൊടിയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ അവിടെവിടങ്ങളിലായി പന്നിയെ കാണുവാനും അപകടങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ കാരണമായിട്ടുണ്ട്. തഴവ പഞ്ചായത്തിലും സാധാരണ നിലയിൽ ഇപ്പോൾ പന്നിയുണ്ട്. ശൂർനാട് പഞ്ചായത്തിലാണെങ്കിൽ ശൂർനാട് തെക്കും വടക്കും പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ സ്ഥിതിവിശേഷമാണ്. ഒരാളിനും ഒരു കൃഷി പോലും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് എല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്കാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷം ആൻഡമാനിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. മെയ് 26-ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തും. 8 ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് KSRTC ബസ് പാഞ്ഞുകയറി അപകടം. അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിലാണ് ബസ് പാഞ്ഞുകയറിയത്. ആളപായമില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നത്. എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 31-ന് 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ടെന്നും ബാലഗോപാൽ. റെയിൽവേ സ്വകാര്യവൽക്കരണവും നിയമന നിരോധനവും പിൻവലിക്കണമെന്നാവശ്യം. AITUC ജില്ലാ കമ്മിറ്റി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പിൻവലിക്കണമെന്നും AITUC. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.